സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ SIR നടപടികൾ ആരംഭിച്ചത് മിക്ക ആളുകളിലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. SIR നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ ബാധിക്കുമോ എന്നാണ് പലരുടെയും ആശങ്ക. വീടുകളിൽ വോട്ടർ സ്ലിപ്പുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എത്തേണ്ട സമയത്ത് BLOമാർ എന്യൂമറേഷൻ ഫോമുമായി വന്നതാണ് ചിലരിലെങ്കിലും ആശങ്കയ്ക്ക് വഴിവെച്ചത്. എന്നാൽ അത്തരം ആശങ്കയോ കൺഫ്യൂഷനോ ആർക്കും വേണ്ട. ഇപ്പോൾ നടക്കുന്ന SIR നടപടികൾ ആസന്നമായിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ അതിനുപയോഗിക്കുന്ന വോട്ടർ പട്ടികയോ ഒരു തരത്തിലും ബാധിക്കില്ല. ഡിസംബർ 9, 11 എന്നീ തീയതികളിൽ 2 ഘട്ടമായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായും ഈ സമയത്തൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വീടുകളിൽ വോട്ട് ചോദിച്ചും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തും നടക്കേണ്ട സമയമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BLOമാരാണ് വീടുകളിൽ എത്തിയിട്ടുള്ളത്. അതും വോട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളും ഒരു ഫോമും ഒക്കെ കൊണ്ട്. അതിനാൽ തന്നെ ചിലരിലെങ്കിലും ഈ BLOമാർ നൽകിയ എന്യൂമറേഷൻ ഫോമുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണെന്ന ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു കൺഫ്യൂഷന്റെയും ആവശ്യമില്ല. ഇത് രണ്ടാണ്. ഇപ്പോൾ നടക്കുന്ന SIR നടപടികൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയോ സാങ്കേതികമായി ഒരു തരത്തിലും ബാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാനാകുമെന്ന പട്ടിക തയ്യാറാക്കുന്നത് പൂർണ്ണമായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. SIR നടപ്പിലാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ഇത് ബാധകമാകുന്നത് നിയമസഭ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയുമാണ്. ഇത് രണ്ട് വ്യത്യസ്ത വോട്ടർ പട്ടികകളാണ്. അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന SIR പ്രക്രിയ ഒരു തരത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയെ ബാധിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ എന്ന് www.sec.kerala.government.in എന്ന വെബ്സൈറ്റിലാണ് പരിശോധിക്കേണ്ടത്. ഇതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ, ഏത് ബൂത്തിലാണ് വോട്ട് എന്നൊക്കെ കണ്ടെത്താനാകും. വെബ്സൈറ്റിലെ വോട്ടർ സർവീസസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് 3 തരത്തിൽ നമ്മുടെ വോട്ട് കണ്ടെത്താനാകും.